Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, എങ്ങനെയുണ്ടായിരുന്നു ma'am. കഴിഞ്ഞിട്ട്? ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? Yes, ma'am. ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. കുറച്ചു പേരുള്ളല്ലോ, ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. ഇത്ര പേര് കയറാറുള്ളോ? ക്ലാസ്സിലെ മെമ്പേഴ്സ് കുറവാണ്. അതെയോ, മെമ്പേഴ്സ് കുറവാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സുഖാണോ മാം? എന്തോ? സുഖാണോ? എനിക്ക് കുറച്ച് സുഖമല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ദിവസം ലീവായിരുന്നു ഞാൻ. ത്രോട്ടിന് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ലീവിലായിരുന്നു. കറക്റ്റ് ആയിട്ടില്ല, കുറച്ചും കൂടി ഡേയ്സ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. അപ്പോ മാക്സിമം ക്ലാസ്സുകളൊക്കെ കുറച്ചിരിക്കുക. ഔട്ട്സൈഡ് ക്ലാസ്സുകളൊക്കെ വേറെ ഉണ്ട്, ഓഫ്ലൈൻ. അത് കുറച്ചു ഇപ്പൊ നിങ്ങൾക്ക് മാത്രമായിട്ട് വന്നതാ. ഓക്കെ, എല്ലാരും പ്രാർത്ഥിക്കാം കേട്ടോ, പെട്ടെന്ന് മാറാനായിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒരു പേജ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു പേജ് മൊത്തം കഴിഞ്ഞില്ലേ, ഫിനിഷ് ചെയ്തായിരുന്നില്ലേ? ഇല്ലേ? ജ്യോതിയല്ലേ അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നത്? വായിച്ചത് അല്ലേ? ഓക്കെ. അതിന് മുമ്പ് ആരെങ്കിലും പ്രയർ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? പ്രയർ ആരുമില്ല? ആരുമില്ല, പ്രയർ ആരുമില്ല? ഞാൻ പറയാം മാം. ഷോർട്ട് പ്രയർ. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. Oh God, thank you for such a beautiful morning. Thank you for the gift of life as well as your mercy and goodness. As I begin my day, I pray that you will guide me and make my steps fruitful. Thank you for hearing my prayer. Thank you. ഓക്കെ. ഇത് നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വായിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യാമോ? ഒന്ന് 2-3 സെന്റൻസ് ആയിട്ട് ഒന്ന് ചുരുക്കി പറയാമോ ആരെങ്കിലും? നമ്മുടെ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നമ്മൾ കുറെ കാര്യങ്ങൾ നേരത്തെ ഞാൻ എക്സ്ട്രാ ഒരു നോട്ട് പോലെ തന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ സ്ലൈഡിലേക്ക് വന്നത് എന്റെ ലാസ്റ്റ് ക്ലാസ്സിലാണ് അല്ലെ? അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? മറ്റുള്ളവർക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് കേൾക്കാനായിട്ട്. ജ്യോതി തന്നെ ഒന്ന് പറയാമോ? ലാംഗ്വേജ് ഡെവലപ്മെന്റിന് മെയിൻ ആയിട്ട് 4 സ്കിൽസ് ആണ് വേണ്ടത്. അത് വന്നിട്ട് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. അപ്പോ ഒരു 3 വയസ്സുള്ള കുട്ടി, 3 വയസ്സിലാണല്ലോ ശരിക്കും കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നത്, ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോ ഒരു 900 വേർഡ്സ് എങ്കിലും പറയാൻ പറ്റും. അപ്പോ 6 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും ഒരു 12,000 to 14,000 വേർഡ്സ് വരെ പറയാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുക, കുട്ടിയിൽ ലാംഗ്വേജിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക വെച്ചാൽ കുറച്ച് ആക്ടിവിറ്റീസോ ഗെയിംസ് കൊണ്ടോ അവർക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ റിസൈറ്റിംഗ് റൈംസ്, ലിസണിങ് ടു സ്റ്റോറീസ്, മ്യൂസിക്, പിന്നെ മെഡിറ്റേഷൻ, പിന്നെ കുറെ ഗെയിംസ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെ ഗെയിംസ് കൊണ്ടാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റാന്ന്. അതോടെയാണ് നമ്മൾ നിർത്തിയത്. അതോടെയാണല്ലേ നിർത്തിയത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് കഴിഞ്ഞായിരുന്നോ? ഇതൊക്കെ കഴിഞ്ഞിരുന്നു മാം. ഇതൊക്കെ കഴിഞ്ഞല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ, ഈ ഒരു
ഈ ഒരു പേജ് ഒന്ന് എല്ലാവരും ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ, എല്ലാവരും കേട്ടോ, ഓൾ ഓഫ് ഈ ഒരു പേജ് മൊത്തം കേട്ടോ. നമ്മള് ആദ്യം ഞാൻ ആ പറഞ്ഞു തന്നിരുന്ന പോയിന്റ്സുമായിട്ട് റിലേറ്റഡ് ആണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇത് വായിച്ചു മനസ്സിലാക്കാൻ കേട്ടോ. ഒരു 10 മിനിറ്റ്സ് തരാം, ഒന്ന് വായിച്ചു മനസ്സിലാക്കുക കേട്ടോ, മൈൻഡിൽ റീഡ് ചെയ്യുക. സീക്വൻസ് ഓഫ് ലാംഗ്വേജ് അതും വായിക്കണം. അതുകൂടാതെ ഈ മേളിലുള്ള പാരാഗ്രാഫ് കേട്ടോ. ഓക്കെ. വായിച്ചു കഴിയുമ്പോ ഒന്ന് പറയാം കേട്ടോ. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? മാം. വായിച്ചു കഴിഞ്ഞു അല്ലേ?
എന്താ മനസ്സിലായേ? നമ്മൾ ആ ടേബിൾ എഴുതിയെന്ന് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടോ ഈ വായിച്ചതിൽ നിന്ന് മനസ്സിലായത്? എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ? എന്താ മനസ്സിലായേ? ബ്ലാക്ക്ബെറീസ് ഒന്ന് പറയാമോ? എന്താ മനസ്സിലായത് ഇന്ന്? ബ്ലാക്ക്ബെറീസ് യെസ് മാം. ഒന്ന് പറയാമോ? എന്താ ഇതിന്ന് മനസ്സിലായി? കഴിഞ്ഞില്ല, ഇപ്പൊ തീരും. എന്താ വായിച്ചു കഴിഞ്ഞില്ല കേട്ടോ, ഒരു മിനിറ്റ്. ഹസ്ബൻഡ് വന്നു അതിന്റെ ഒപ്പം അതുകൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും വായിച്ചു കഴിഞ്ഞവരുണ്ടോ? ഭാവന വായിച്ചു കഴിഞ്ഞോ? ഭാവന കഴിഞ്ഞു മാം. എന്താ മനസ്സിലായപ്പോളെ വായിച്ചതിന്ന്? ഏകദേശം നമ്മൾ ആ ടേബിളിൽ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടേബിളിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ പറയുന്നത്. എന്താണ് കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മാം ഒന്ന് സ്ക്രോൾ ചെയ്യാവോ താഴേക്ക്? താഴേക്ക് സ്ക്രോൾ ചെയ്യാം. പ്രപ്പോസിഷൻസും കൺജക്ഷൻസും ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് അല്ലെ? ഓക്കെ. പ്രപ്പോസിഷനും കൺജക്ഷനും കുഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു എന്താ പറയാ, വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അല്ലെ? ഓക്കെ ഓക്കെ, പറയാട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ചില ആസ്പെക്ട്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഫസ്റ്റ് പാരാഗ്രാഫിൽ വരുന്നതാണ്. ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച്, vocabulary, length of response are some of the important aspect of language development. ഇപ്പോ എന്താ പറയാ, സംസാരത്തിന്റെ വികാസം, അതായത് കുട്ടി പറയുന്ന ആ ഒരു സ്പീച്ചിന്റെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ വൊക്കാബുലറി, അതുപോലെ തന്നെ എന്താണ് പ്രതികരിക്കുന്നതിനായുള്ളൊരു ലെങ്ത് ഉണ്ടല്ലോ കുട്ടി വാക്കുകൾ പറയുന്നതിന്റെ, ഇതൊക്കെ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റില് ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ. അതുപോലെ തന്നെ കുട്ടികളുടെ വേർഡ്സ്, അവര് ആദ്യം യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയുന്നത് ഇതാണ്, വളരെ ലിമിറ്റഡ് ആയിരിക്കുള്ളൂ. കുറെ ഒന്നും എന്ത് ചെയ്യില്ല, കുട്ടികൾ എന്ത് ചെയ്യില്ല, വേർഡ്സ് ഒന്നും ആദ്യമൊന്നും യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റേജിലും വെച്ചിട്ടാണ് കുട്ടികളുടെ പദാവലി, അതായത് കുട്ടികളുടെ വേർഡ്സ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഓരോ ഘട്ടത്തിലും നമ്മൾ ഓരോ ഘട്ടങ്ങള് ഓരോ സ്റ്റേജ് വൈസ് നമ്മൾ പറഞ്ഞു പോയതായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഓരോ ഘട്ടത്തിലും ഓരോരോ വേർഡുകളാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് കുട്ടി കൂടുതൽ വേർഡ്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത് കുട്ടികളുടെ സ്കൂൾ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം അല്ലെ, LKG മുതല് അല്ലെങ്കിൽ എന്താ അംഗൻവാടി തുടങ്ങി എന്താണ് കുട്ടികൾ ഓരോരോ വാക്കുകള് എന്ത് ചെയ്യും, കൂടുതൽ അതായത് ഓരോരോ വേർഡ്സ് എന്ത് ചെയ്യും, കുട്ടി കൂടുതൽ പഠിക്കാനായിട്ട് ആരംഭിക്കുന്നു. ടീച്ചേഴ്സ് ഓരോരോ വേർഡ്സുകൾ കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടികളുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ വേർഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ A for ആപ്പിൾ, B for ബോൾ, C for കാറ്റ്, D for ഡോഗ്, അങ്ങനെയുള്ള വേർഡ്സുകളുടെ ഒരു പദക്രമം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ മൈൻഡില് സെറ്റ് ആവുന്നുണ്ട്. അപ്പോ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി ഓരോ വാക്കുകള് പഠിക്കുന്നുണ്ട്. സ്കൂൾ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ആയി മാറുന്നുണ്ട്. അതാണ് ആ ഒരു സെന്റൻസിലെ ആ ഒരു പാരാഗ്രാഫിൽ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കാനായിട്ടുള്ളത് കേട്ടോ. അത്രയുള്ള അതിനകത്ത് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ സെക്കൻഡ് പാരാഗ്രാഫിൽ പറയുന്നത്, അതായത് നമുക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, അതായത് ഓരോ വ്യക്തികളും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്. ചിലവര് പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ചിലവര് ഡാൻസിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ചിലവര് റീഡിങ് ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, മറ്റു ചിലരാണെങ്കിൽ റൈറ്റിംഗ് ആയിരിക്കാം, ആക്ടിങ് ആയിരിക്കാം. അങ്ങനെ എന്താണ് ഓരോരോ ഹോബീസ് ഉണ്ട് അല്ലെ.
അപ്പോ വായിക്കുന്ന ആളുകള് നമുക്കറിയാലോ ഒരു പ്രത്യേക വിഭാഗം, ഇപ്പൊ സാഹിത്യകാരന്മാരുടെ വിഭാഗം അല്ലെ, ലിറ്റററി വിഭാഗം അടങ്ങുന്ന ആളുകൾ എന്ന് പറയുന്നത് ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നവരാണ്. അത് ഇംഗ്ലീഷ് ബുക്സ് ഉണ്ട്, മലയാളം ബുക്സ് ഉണ്ട്, പല പല ലാംഗ്വേജിലുള്ള ബുക്സ് ഉണ്ട്. അപ്പോ അവരെ അപേക്ഷിച്ച്, അതായത് സാധാരണക്കാരെ അപേക്ഷിച്ച് സാഹിത്യകാരന്മാർക്ക് എന്തുണ്ടാകും? പദക്രമം, അതായത് പദാവലി, വേർഡ്സ് കൂടുതലായിട്ട് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം എന്താ? മുമ്പേ തുടങ്ങി അവരുടെ ഒരു ശീലമാണത് അല്ലെ. അതായത് മുമ്പേ തുടങ്ങി എന്ത് ചെയ്യുന്നുണ്ട്? അവര് ധാരാളം വേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റിസർച്ച് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട്, ധാരാളം ലിറ്റററി വർക്ക്സ് അവർ വായിക്കുന്നുണ്ട്, ധാരാളം ആളുകളോട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഇതില് അവർക്ക് എന്താണ്? ക്രമേണ അവരുടെ പദക്രമം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും അവരുടെ ആ ഒരു ഏജിൽ. അതായത് അവര് എന്നാണോ വായിക്കാൻ ആരംഭിച്ചത്, എന്നാണോ അവര് തുടർന്നുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ഏജ് വരെയും അവരുടെ വേർഡ്സിന്റെ ആ ഒരു പദാവലി എന്ന് പറയുന്നത് എന്താണ്? ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന്, സ്കൂൾ കാലഘട്ടത്തില് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല വേർഡ്സ് അവരുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആളുകൾ, വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും? കൂടുതൽ വേർഡ്സുകളും മറ്റും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ക്ലിയർ ആയോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. ഇത് ഒരാളൊന്ന് പറഞ്ഞേ. ഇത് ഓരോരോ പോയിന്റ് ആണ്, അതുകൊണ്ട് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കേണ്ടതുണ്ട്. ദീപ്തി ഹരി ഒന്ന് പറഞ്ഞേ, ആദ്യത്തെ പോയിന്റ് എന്താ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ വരുന്നത്? Ma'am, first point, at the birth language is practically absent. ജനിക്കുമ്പോ കുട്ടികള് പറയുന്നില്ല ഒന്നും. പിന്നെ രണ്ടാമത്, at the above 4 weeks small throat sounds are noticed. 4 ആഴ്ച ആകുമ്പോഴേക്കും അവര് തൊണ്ടയിൽ ചെറിയ ചെറിയ സൗണ്ടുകൾ ചെയ്യുന്നു. മൂന്നാമത്തെ, ചെറിയ ചെറിയ സൗണ്ടുകൾ എന്ന് പറഞ്ഞില്ലേ? അപ്പോ ഇവിടെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞല്ലോ, ബർത്ത് ലാംഗ്വേജ് ഇസ് പ്രാക്ടിക്കലി ആബ്സെന്റ്. ബർത്തിൽ നമുക്ക് ലാംഗ്വേജ് ആബ്സെന്റ്, അതെന്താ ഉദ്ദേശിക്കുന്ന സംഭവം? കുട്ടികള് മറ്റേ ഫസ്റ്റ് തന്നെ കരയുകയും അത് കഴിയുമ്പോ ചിരിക്കുകയൊക്കെ അല്ല ചെയ്യുന്നത്. അവര് ഒന്നും വേറെ ഒന്നും അത് കഴിഞ്ഞിട്ടാണ് അവര് പ്രത്യേകം ഒരു ലാംഗ്വേജുമായിട്ടല്ല ഭൂമിയിലേക്ക് വരുന്നത് അല്ലെ. അവരുടെ ആ ഗ്രോൺ അപ്പ് സ്റ്റേജിലാണ് അവർ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി പറഞ്ഞോളൂ കേട്ടോ. രണ്ടാമത്തത് 4ാമത്തെ ആഴ്ച ആകുമ്പോ അവര് ചെറിയ ത്രോട്ടിന്ന്, അതായത് സൗണ്ട്, ചെറിയ ചെറിയ സൗണ്ട്, ഇപ്പൊ കളിക്കുമ്പോ ഒക്കെ ചെറിയ രീതിയിൽ ഒച്ചയൊക്കെ ഉണ്ടാക്കാനായിട്ട് അവര് ശ്രമിക്കും. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഈസ് ദ ചൈൽഡ് സ്മൈൽ ആൻഡ് ക്വീങ് അറ്റ് ദ ഏജ് ഓഫ് 16 weeks. അതായത് 16ാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും അവർ ചെറിയ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അപ്പോഴാണ് തുടങ്ങുന്നത്. അതായത് കുട്ടികൾ ചിരിക്കുമ്പോഴൊക്കെ പിന്നെ വല്ലാത്തൊരു സൗണ്ടുകളൊക്കെ എടുക്കും അവര്, കരയും, മറ്റേ ചിരിക്കുമ്പോഴൊക്കെ, ഭയങ്കര കളിക്കുമ്പോഴൊക്കെ, ഈ കൈയും കാലൊക്കെ കളിക്കുമ്പോഴൊക്കെ. അതാണ് അവർ പറയണത്. പിന്നെ അടുത്ത പോയിന്റ്, അറൌണ്ട് 28 weeks the baby stage begins. ബാബ്ലിംഗ് എനിക്ക് 28ാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും അവര് എന്താ പറയാ, ബാബ്ലിംഗ് സൗണ്ട് എന്താ? ഞാൻ അന്ന് എഴുതാറുണ്ടായിരുന്നില്ലേ? വേറെ ആരെങ്കിലും പറഞ്ഞേ, എന്താ ബാബ്ലിംഗ് സൗണ്ട്? വോവൽസും കൺസോണൻസും സൗണ്ട്സ് ഉണ്ടാക്കുന്നു. സൗണ്ട്സ് ഉണ്ടാക്കുന്നതാണ് അല്ലെ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വായിച്ചോളൂ കേട്ടോ മോളെ. Okay, ma'am. Next, around 40 weeks, the baby imitates sounds made by adults and takes these sounds into his own system. Now the baby says one word. 40 ആഴ്ച ആകുമ്പോഴേക്കും നമ്മുടെ അഡൽസിനെ, മുതിർന്നവരെ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും സൗണ്ടുകൾ. അഡൽസ് പിന്നെ ടേക്ക് ദീസ് സൗണ്ട്സ് ഇൻ ടു ഹിസ് ഓൺ സിസ്റ്റം. പിന്നെ ബേബി സേസ് വൺ വേർഡ്, ഓരോ വേർഡുകൾ പറയാനായിട്ട് ശ്രമിക്കും. ഓരോ വേർഡുകൾ പറയാനായിട്ട് ശ്രമിക്കും അല്ലെ. ഓക്കെ, നെക്സ്റ്റ്, അറൌണ്ട് 52 weeks the baby says to
2 or more words. 52 ആഴ്ചയാകുമ്പോഴേക്കും രണ്ടോ അതിൽ കൂടുതലോ വേർഡുകൾ അവര് പറയും. Okay. Next, around 18 months, the baby combines words to form basic sentence pattern. 18 മാസമാകുമ്പോഴേക്കും അവര് കമ്പൈൻസ് വേർഡ് ഫോം ചെയ്ത് ബേസിക് സെന്റൻസ് പാറ്റേൺ അനുസരിച്ച് അവര് വേർഡുകൾ പറയാൻ നോക്കും. പിന്നെ Then around 24 months, the baby use simple phrases and understand simple directions. 24 മാസം ആകുമ്പോഴേക്കും 24 മാസം എന്ന് പറയുമ്പോ 2 years അല്ലേ? അതെ, 2 years, 2 വയസ്സ് കുട്ടിക്ക്. അവര് ചെറിയ ചെറിയ phrases, അതായത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സിമ്പിൾ ഡയറക്ഷൻസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കും. Okay. Then around 36 months, the child's vocabulary, ma'am, next എനിക്ക് മനസ്സിലാവുന്നില്ല. Enormously increase. സ്പെല്ലിംഗ് എറർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വൊക്കാബുലറി ഇൻക്രീസ് ആവുന്ന പറയുന്നത്. അതായത് 36 months എന്ന് പറഞ്ഞാൽ എന്താ, 3 വയസ്സല്ലേ കുട്ടിക്ക്? 3 വയസ്സാകുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, വൊക്കാബുലറി കുട്ടിയുടെ ഇൻക്രീസ് ആവും. കൂടുതലായിട്ട് സിമ്പിൾ ആൻസർ ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവര് പറയാൻ ശ്രമിക്കും. പിന്നെ 4 വയസ്സാകുമ്പോഴേക്കും അവര് കൺജങ്ഷനും പ്രിപ്പോസിഷനും ഒക്കെ മനസ്സിലാക്കുന്നു, പറയുന്നു. പിന്നെ 5 വയസ്സാകുമ്പോഴേക്കും അവര് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുതലായിട്ട് സംസാരിക്കും. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ ഒരു ഇപ്പോ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ വരുന്നത് നിങ്ങൾ എന്തായാലും നോക്കി വെക്കേണ്ടത്, അതായത് കുട്ടിക്ക് എത്ര വീക്ക് ആവുമ്പോഴാണ് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നാണ് കേട്ടോ. കറക്റ്റ് ആയിട്ടൊരു അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് അതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അതായത് 16 വീക്സ്, 16 വീക്സ്, 28 വീക്സ്, 40 വീക്സ്, 52 വീക്സ്, 18 months, 24 months, 36, 4 years, 5 years. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴെങ്കിലും എന്ത് ചെയ്യാനുണ്ടാവും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ എന്താ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണ് പറയുന്നത് ഇത് പഠിച്ചിരിക്കണം എന്ന് പറയുന്നത്. ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. നെക്സ്റ്റ് ഈ ഒരു സ്ലൈഡും കൂടി ഒന്ന് വായിക്കാം കേട്ടോ. അതൊന്ന് സ്ക്രോൾ ചെയ്യോ താഴേക്ക്? താഴേക്ക് അല്ലേ? ഓക്കെ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. കഴിഞ്ഞു മാം. കഴിഞ്ഞല്ലേ? കഴിഞ്ഞു മാം. എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? യെസ് മാം. ജ്യോതിയുദയ യെസ് മാം. മോളെ വായിച്ച് മനസ്സിലാക്കിയതൊന്ന് പറഞ്ഞേ, ഷെയർ ചെയ്തേ എന്താന്ന്. അതായത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ലാംഗ്വേജിനെ എഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മെയിൻ ചൈൽഡ്സ് മെച്യൂരിറ്റി പാറ്റേൺ ആണ് നമ്മൾ നോക്കേണ്ടത്. സോ ഒരു ചൈൽഡ് മെച്യൂർ ആയി എന്ന് എങ്ങനെ മനസ്സിലാവുക വെച്ചാല് അവരുടെ ഫിസിക്കൽ ഗ്രോത്തിനനുസരിച്ചിട്ട് അവരുടെ ലാംഗ്വേജിൽ ഗ്രാമറ്റിക്കൽ ബിഹേവിയറിലും മാറ്റം വരും. അവർ സംസാരിക്കുന്ന രീതി ഫിസിക്കൽ ഡെവലപ്മെന്റിനോടൊപ്പം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അറൌണ്ട് 6 months നമ്മൾ പേരൻസ് ആദ്യം കുട്ടിയുടെ അടുത്തുനിന്ന് കേൾക്കുന്ന സൗണ്ട് ഫസ്റ്റ് ഒരു വോവൽ ആണെങ്കിലും ഒരു കൺസോണന്റ് ആണെങ്കിലും മാ പാ ബാ മമ്മ പാപ്പ ബബ അങ്ങനെയൊക്കെയാണ് പറയുക. ഇങ്ങനത്തെ സൗണ്ട്സ് ഉണ്ടാക്കുന്നത് പിന്നെ ഗ്രാജുവലി ഒരു 9 months ആവുമ്പോഴത്തേക്കും കുട്ടി അമ്മ എന്ന് പറയാൻ തുടങ്ങും, അല്ലെങ്കിൽ മാ പപ്പ എന്നങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും 9 months ആവുമ്പോഴത്തേക്കും. ബാബ്ലിംഗ് സ്റ്റേജ് കഴിഞ്ഞിട്ട് 9 months ആവുമ്പോഴത്തേക്കും പറയാൻ തുടങ്ങും. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്നത് എക്സാമ്പിൾ മിൽക്ക്. അപ്പൊ മിൽക്ക് എന്ന് പറയുമ്പോൾ മേ ബി കുട്ടിക്ക് മിൽക്ക് വേണം എന്നായിരിക്കും, അല്ലെങ്കിൽ മതി എന്നായിരിക്കാം. പക്ഷെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓൺലി ഒരു വേർഡ് വെച്ചിട്ടായിരിക്കാം. പിന്നെ കുട്ടി ആദ്യം ആനിമൽസിനെ എല്ലാ ആനിമൽസിനും ഓരോ ഫോർ എക്സാമ്പിൾ ഡോഗ് 4 ലെഗുള്ള ഡോഗ് ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ആനിമൽസും അതുപോലെ തന്നെയാണ് വിചാരിച്ചിട്ട് എല്ലാ ആനിമൽസിനും ഇപ്പൊ ഗോട്ടാണെങ്കിലും ബഫല്ലോ ആണെങ്കിലും ഏതാണെങ്കിലും ഡോഗ് തന്നെയാണ് കുട്ടി വിളിക്കുക. അറിയാനായിട്ടില്ല. ഗ്രാജുവലി കുട്ടി ഒരു 18 months ആവുമ്പോ കുട്ടിക്ക് തിരിച്ചറിയാനും പറ്റും. പിന്നെ വേർഡ്സ് ഒരു 50 words വരെ പറയാൻ തുടങ്ങും. പിന്നെ ഒരു 2 years ആവുമ്പോഴത്തേക്കും കുട്ടി ഓരോ ഓബ്ജക്ട്സ് തിരിച്ചറിയാൻ പറ്റും. മാമ അല്ലെങ്കിൽ മൈ ഡോൾ, പപ്പയുടെ പെന്ന് പപ്പ പെൻ, പിന്നെ അമ്മ ഓഫീസ് പപ്പ ഓഫീസ്, അങ്ങനെ കമ്പൈൻ ചെയ്ത് വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് ചെറിയൊരു സെന്റൻസ് പോലെ പറയാൻ തുടങ്ങും. സോ ബൈ സെക്കൻഡ് ബർത്ത്ഡേ ആവുമ്പോഴത്തേക്കും ഒരു 100 words വരെ കുട്ടി പറയും, ചെറിയ ചെറിയ സെന്റൻസസ് വെച്ചിട്ട്. ചെറിയ സെന്റൻസ് പറയാനായിട്ട് തുടങ്ങും അല്ലെ? ഓക്കെ. ഈ കുട്ടികള് ഒരു വയസ്സ് തുടങ്ങി അല്ലെങ്കിൽ ഒരു 3 വയസ്സ് വരെ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സുകൾ എന്തൊക്കെയാ അത്? ഒരു വയസ്സ് തുടങ്ങി ഒരു 3 വയസ്സ് വരെ ഏതൊക്കെ വേർഡ്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കും? അമ്മ. ഒരു 5 minute സമയം തരാം. 5 minute, 7 minute സമയം തരാം. ഒന്നൊന്നും നിങ്ങളൊന്ന് നോട്ട് ചെയ്തേ എന്തൊക്കെയാണ്. എന്തൊക്കെ വേർഡ്സുകളാണ് ഒരു വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെ കുട്ടി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടി പ്രൊനൗൺസ് ചെയ്യുന്നത്? ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേ. നോട്ട് ബുക്കിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാല് ശരിയാവില്ല. നോട്ട് ചെയ്ത
ചിന്തിച്ച് നോക്കുക കേട്ടോ. പല പല വേർഡ്സുകൾ ഉണ്ട് കുഞ്ഞുങ്ങള് ഉപയോഗിക്കുന്നത്. അതൊന്ന് മൈൻഡിൽ ഒന്ന് റിമെമ്പർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്തൊക്കെയാണ്. കഴിഞ്ഞവര് വായിക്കുക കേട്ടോ. മാം ആ മഞ്ജീരയുടെ കഴിഞ്ഞോ? കുറച്ച് കിട്ടി. നമുക്ക് കുറച്ച് വലുതായ കാരണം പണ്ട് ഒരു പറഞ്ഞിരുന്ന പല വാക്കുകളും ഇപ്പൊ മെമ്മറിയിൽ ഇല്ല, എന്നാലും കുറച്ചൊക്കെ കിട്ടി. ആ പറഞ്ഞോളൂ മോളെ, എന്തൊക്കെയാണ് വേർഡ്സുകൾ? അമ്മ, അച്ഛ, ചേട്ട, ചേച്ചി എന്നുള്ള എന്റെ മോൻ ചീച്ചി ചീച്ചി എന്നാണ് പറഞ്ഞിരുന്നത്. ചേച്ചി ഇല്ല, ചീച്ചി. പാപ്പം, വെള്ളത്തിന് ഉമ്പെന്ന് പറയും. ഡോഗിനെ കണ്ട ബോബു. ബോബു സൗണ്ട് കേൾക്കുമ്പോ ഡോഗ് എന്ന് അറിയില്ല, പട്ടി നമ്മൾ പറഞ്ഞാൽ അറിയില്ല, ബോബു എന്ന് പറഞ്ഞു. പിന്നെ കോഴീനെ വിളിക്കുന്നത് ബാ എന്ന് വിളിക്കും കോഴീനെ. പിന്നെ വണ്ടി കേൾക്കുമ്പോ ബൂം ബൂം പോ എന്നുള്ള ശബ്ദമാണ് വണ്ടിക്ക് വണ്ടീനെ അവര് അങ്ങനെയാണ് പറയാറ്. പിന്നെ മീൻ വരുമ്പോ മീ 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 മീന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ പിന്നെ ഞാൻ ഓരോ ഒബ്ജക്ട്സ് കാണുമ്പോ ഇപ്പൊ ഇന്റെ ഇന്റെ എന്റെ എന്ന് പറയുമ്പോ ഇപ്പൊ ഇന്റെ എന്നൊക്കെ പറഞ്ഞോണി കുറച്ചുകൂടി കഴിഞ്ഞപ്പോ. പിന്നെ ചെറിയ വണ്ടികൾ, ബസ്, അതൊക്കെ ഒരുവിധം പറയും. ബസ്. പിന്നെ ഇന്റെ സാധനം ക്ലിയർ ആയിട്ട് പറയില്ല, അതിനൊരു വാക്ക് പറയും, സാധനം അങ്ങനെയൊക്കെ പറയും. പിന്നെ വെള്ളം ഗ്ലാസ്സിൽ കൊടുക്കാൻ പറയും, അത് ചൂണ്ടിക്കാട്ടി ഗാസ് ഗാസ് എന്ന് അങ്ങനെ പറയാറുണ്ട്. പിന്നെ നമ്മള് വായിലേക്ക് ഇങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ട് കൊടുക്കുമ്പോ സ്പൂ വേണ്ട, സ്പൂൺ എന്ന് പറയില്ല, ഫുള്ളായിട്ട് സ്പൂൺ എന്ന് പറയും. അങ്ങനെ അത്രയും കിട്ടിയത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. മതി മതി, ഇത്രയൊക്കെ മതി കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, വേറെ ആരാ? ഹലോ മിസ്സേ, എന്റെ മോനിപ്പോ 2 വയസ്സായേ. അവന് ഒരുവിധം വാക്കുകളൊക്കെ പറയും നല്ല പോലെ. ഏതാണ്ടൊക്കെ പറയുന്നത് അപ്പ, അമ്മ, ചേട്ടൻ, ചേച്ചി. പിന്നെ ചേട്ടനെ ഇവിടെ എന്റെ മൂത്ത മോൻ അച്ചു എന്ന് വിളിക്കാം. അപ്പൊ അവനത് പേര് വിളിക്കും, അച്ചു എന്നും പറയും. അവന്റെ പേര് മിലൻ എന്നാണ്, മിലൻ എന്നും പറയും. അതേപോലെ അപ്പാപ്പ, അമ്മാമ്മ. പിന്നെ ചോറിന് ചോറെന്ന് പറയില്ല, മാമം താന്ന പറയുള്ളൂ. അതുപോലെ പാപ്പം താ, മിഠായി താ. പിന്നെ ബിസ്ക്കറ്റിന് ബിക്കറ്റ് എന്ന് പറയുള്ളൂ. വല്യപ്പൻ വല്യമ്മ എന്ന് പറയാറിയില്ല. അപ്പൊ മാമി മാമൻ, അത് അവ സ്വയം പറഞ്ഞതാണ്, മാമി മാമൻ. പിന്നെ വാവ, ഉണ്ണി. അതുപോലെ കാക്കേനെ കണ്ട കാക്ക എന്ന് പറയും. പട്ടീനെ കണ്ട ബൗ ബൗ എന്നും പറയും, പട്ടീന്നും പറയും. പൂച്ചേനെ പൂച്ച എന്നും പറയും, മ്യാവെന്നും പറയും. അതുപോലെ കിളികള് കിളി എന്ന് പറയും.
പിന്നെ വെള്ളത്തിന് അങ്ങനെ വെള്ളം എന്ന് പറയില്ല, ഉമ്പെന്താന്ന് പറയുള്ളൂ. ആ. പള്ളി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമീൻ പോണെന്ന് പറയും, ആമീൻ പോവാന്ന് പറയും. ആ. അതുപോലെ ബാഗ്, മോന്റെ ബാഗ് കാണുമ്പോ ബാഗ് വേണം, ഉക്കൂളി പോണം, അങ്ങനെയൊക്കെ പറയാള്. പിന്നെ വണ്ടി, കാറ് അതൊക്കെ പറയും. പാവ, കരടി, പിന്നെ കണ്ണട, ചില്ല് ഗ്ലാസ്സിന് ചില്ലെന്ന പറയുള്ളൂ. ആ. ചായ വേണം പറയാള്, ചായ വേണം. പിന്നെ അതുപോലെ കോമൺ ആയിട്ടുള്ള പേരുകൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ അച്ചു, അപ്പു, പൊന്നു, അങ്ങനത്തെ പേരുകളൊക്കെ നമ്മൾ വിളിക്കണത് കേട്ടിട്ട് അവൻ പറയും. അതുപോലെ എനിക്കത് വേണമെന്ന് പറയണതിന് എന്റെ, മോന്റെ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കുമ്പോഴേ എന്റെ, മോന്റെ അങ്ങനെയൊക്കെ പറയും. അതുപോലെ മീമി, അതുപോലെ ചാള, അയില, ചെമ്മീൻ. ഇപ്പൊ അത് ഏതാ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിലിങ്ങനെ മീൻ കറി വെച്ചിട്ടുണ്ട്, ചാള വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആള് പറയും ചാള മീമി വേണം, അയില മീമി വേണം, ചെമ്മീൻ വേണം. പിന്നെ പൂവ്, മുട്ട്, മൊട്ട, കോഴി, ഇങ്ങനത്തെ വേടുകളൊക്കെ അവൻ പറയും. ഒരുവിധ ആള് നല്ലപോലെ വർത്താനം പറഞ്ഞു തുടങ്ങി, 2 വയസ്സായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, മതി മതി, ഇത്രയുണ്ട്. ധാരാളം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് കുഞ്ഞുങ്ങള് സാധാരണയായിട്ട് പറഞ്ഞു വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് ജ്യോതിഉദയ, കിട്ടിയോ? വേർഡ്സ് കിട്ടിയോ? മാം, എന്റെ മോള് ഇപ്പൊ കുറച്ച് വലുതാവുകൊണ്ട് എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ അവള് 2 വയസ്സാകുമ്പോഴത്തേക്കും കുറെ ഇങ്ങനെ സെന്റൻസ് പോലെ തന്നെ പറയായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്തൊക്കെ ഒരു അതിശയമായിരുന്നു. ഇങ്ങനെ 2 ഇയേഴ്സിന്റെ മുമ്പ് ഒരു 1.5 ഏജിൽ തന്നെ അവള് കുറെയൊക്കെ വേർഡ്സ് പറയും. ഈ 50 വേർഡ്സ് ഒന്നും അല്ല, അതിന്റെ കൂടുതലും പറയും. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു 18 months ആകുമ്പോൾ കുട്ടി 50 വേർഡ്സ് പറയും എന്ന് പറഞ്ഞു. പക്ഷെ ആ ഏജിൽ അവള് അതിനേക്കാളും കൂടുതൽ ഇങ്ങനെ സെന്റൻസ് ആയിട്ട് പറയാൻ തുടങ്ങിയിരുന്നു. അപ്പൊ അവളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പറഞ്ഞത് ഭയങ്കര വാസ്റ്റ് ആയിട്ട്. ഇങ്ങനെ ഞാൻ എന്താ വെച്ചാല് വർക്കെന്ന് വന്നു കഴിഞ്ഞാൽ അവളെ കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ പറയിക്കാൻ നോക്കും. അപ്പ്, ഡൗണ്, കം, ഗോ, ഇങ്ങനെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് കൂടുതലും ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അവളത് ആദ്യം പഠിച്ചത് തന്നെ കുറെയൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് തന്നെ ആയിരുന്നു. അപ്പോ നമസ്തേ, പിന്നെ ഈ നേരത്തെ ഇവര് പറഞ്ഞ പോലെ തന്നെ ആ വേർഡ്സ് തന്നെ കുറെയൊക്കെ പറയായിരുന്നു. പിന്നെ എല്ലാം വണ്ടി, ആപ്പിൾ, എല്ലാ വേർഡ്സും, ഫ്രൂട്ട്സിന്റെ പേരുകളൊക്കെ കുറെയൊക്കെ അറിയാം. ആ പ്രായത്തിന് എല്ലാം പഠിപ്പിച്ചു കൊടുത്തോണ്ട് അതൊക്കെ വേഗം വേഗം പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ വലിയ മാറ്റല്ലേ. ഇപ്പൊ അവര് പറഞ്ഞ പോലെ തന്നെ കുറെ വേർഡ്സ് തന്നെ, ആൻഡ്രിയ പറഞ്ഞ പോലെ തന്നെ കുറെ വേർഡ്സ് ആ ഏജില് അവളും പറഞ്ഞിരുന്നു. ഇപ്പൊ കൂടുതലായിട്ട് ആഡ് ചെയ്യാനൊന്നുമില്ല, സെയിം വേർഡ്സ്. ഓക്കെ, നെക്സ്റ്റ് അനു സന്തോഷ്. അനു, യെസ് മാം. ഏതൊക്കെ വേർഡ്സാ മോളെ കിട്ടിയത്? എന്റെ മോളും ഇപ്പൊ 2 വയസ്സാണ്. ഇപ്പൊ ആളും പറയും അത്യാവശ്യം എല്ലാ വേർഡ്സ് ആയിട്ട് തന്നെ അല്ല, ഇപ്പൊ ജ്യോതി പറഞ്ഞ പോലെ തന്നെ ഇതായിട്ട് തന്നെ പറയും ആള്, സെന്റൻസ് ആയിട്ട് പോലെ തന്നെ സംസാരിക്കും. പിന്നെ ഞാനും കൂടുതൽ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് പറഞ്ഞു, ഇങ്ങനെ കാർഡ്സ് ഒക്കെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു. അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ എല്ലാം പറയും. നമ്പേഴ്സ് ഒക്കെ 20 വരെ കൗണ്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഇതിപ്പോ വീട്ടില് എന്താ പറയാ, അച്ഛൻ, അമ്മ, ചേട്ടാ, ചേച്ചി അതൊക്കെ പറയും. ബസ്, കാറ്, ഓട്ടോ അതൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ ക്യാറ്റ്, അതുപോലെ അതിന്റെ സൗണ്ട് ഉണ്ടാക്കും. പിന്നെ മീമി അപ്പപ്പ, മീൻകാരൻ വരുമ്പോ മീമി അപ്പപ്പ എന്ന് പറയും. അതുപോലെ വെള്ളത്തിന് വെള്ളം എന്ന് പറയുള്ളൂ. ബിക്കറ്റ് അങ്ങനെയൊക്കെ. പിന്നെ എന്താ ഫിഷ്, മീമി ഫ്രൈ വേണമെന്ന് പറയും. അതുപോലെ അത്യാവശ്യം അയാൾ എല്ലാം പറയും. ഇപ്പൊ 2 വയസ്സായിട്ടുള്ളൂവെങ്കിലും അത്യാവശ്യം എല്ലാ വേർഡ്സും സംസാരിക്കും. നമ്മ പറയണതെല്ലാം അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യും. അല്ലേ? പിന്നെ ഇപ്പൊ പുതിയൊരു ഇത് തുടങ്ങിയേക്കാണ്, ബിഗ് ബോസിലെ ആൾക്കാരുടെ ഒക്കെ പേര് നമുക്ക് ആദ്യം മനസ്സിലാവില്ല ആയിരുന്നു. പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി ഇന്ന ആൾക്കാരാണ് പറയണേന്ന്. അത് നമുക്ക് മനസ്സിലാവാണ്ട് നമ്മള് കാണുന്നതുകൊണ്ട്. അപ്പൊ നമ്മൾ എന്താ ആരാന്ന് ചോദിക്കുമ്പോ ആള് തന്നെ പറയും ബിഗ് ബോസ് എന്ന് പറയും. നെക്സ്റ്റ് ഭാവന. മാം, അങ്ങനെ പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും അവര് ചേച്ചിയുടെ കുട്ടികളൊക്കെ പറയണ കേട്ടിട്ടുള്ളതാണ്. അവര്
ഡോഗിനാണേലും ഇങ്ങനെ ബൗ ബൗ അങ്ങനെ പറയും. പിന്നെ ചോറിന് അമ്മന്ത അങ്ങനെ ആ ഉള്ള രീതിയിലൊക്കെ പറയാറ്. പിന്നെ കുറെയൊക്കെ നല്ല രീതിയിൽ ഇപ്പോ 3 വയസ്സാവുന്നേ ഉള്ളൂ. പക്ഷെ അവള് നല്ല രീതിയിൽ എല്ലാ കാര്യം തന്നെ പറയാറുണ്ട്. പറയാറുണ്ട് അല്ലേ? പറയാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഈ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ് കേട്ടോ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇത് കഴിഞ്ഞു കേട്ടോ. മറ്റേ ഹെൽത്ത് കെയർ പോലെ എന്താ അത്രയും അധികം എന്താ എക്സ്റ്റെൻഡഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറഞ്ഞുള്ളൂ. അതും കുഞ്ഞിന്റെ അപ്പൊ ഇന്ന വയസ്സ് മുതൽ ഇപ്പൊ ബർത്ത് മുതൽ ഇന്ന വയസ്സ് വരെയുള്ള കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ചാപ്റ്റർ ഇന്നത്തും കൂടി ഇവിടെ എന്താ പറയാ എൻഡ് ചെയ്യാണ് കേട്ടോ. ഓക്കെ. അപ്പൊ അത്രയധികം എന്താ പറയാ ഭയങ്കരമായിട്ട് ഡീപ്പിലോട്ട് പോകേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളൂ. ഓക്കെ. ഇനി നിങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാ ചെയ്യുന്നേ? ബുക്കൊക്കെ എഴുതുന്നുണ്ടോ? നോട്ടൊക്കെ എഴുതുന്നുണ്ടോ? എങ്ങനെയാ ചെയ്യുന്നേ? ലെക്ചർ നോട്ട് എഴുതി പോകുന്നുണ്ട്. ലെക്ചർ നോട്ട് എഴുതി പോകുന്നുണ്ട്. എല്ലാത്തിന്റെയും ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടോ? പറയുമ്പം വേണ്ട പോയിന്റ്സ് ഒക്കെ എഴുതുന്നുണ്ട്. അതിന് നോട്ട് തയ്യാറാക്കുന്നുണ്ടോ? നോട്ട് റെഡിയാക്കുന്നുണ്ടോ? അങ്ങനെയല്ല, ക്ലാസ് ടൈമിൽ കേൾക്കുമ്പം ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നൊക്കെ എഴുതി പോവാറുണ്ട്. അത് നമ്മള് സെപ്പറേറ്റ് നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ് മാം. അതുപോലെ തന്നെ നിങ്ങളുടേതായ രീതിയിൽ ആ നോട്ട് പ്രിപ്പയർ ചെയ്യണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർക്കാൻ പാടില്ല. അഡീഷണൽ ആയിട്ട് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലെക്ചർ നോട്ട് പോലെ തന്നെയാണോ അല്ലെങ്കിൽ അത് നിങ്ങൾ വേറെ കോപ്പി ചെയ്യുന്നുണ്ടോ? വേറെ പകർത്തി എഴുതുന്നുണ്ടോ? ഇല്ലില്ല. ഇല്ല, എഴുതുന്നുണ്ട് അല്ലേ? ക്ലാസിന്റെ ടൈമിൽ തന്നെ എഴുതിയെടുക്കാൻ ചെയ്യുന്ന ലെക്ചർ നോട്ട്. അതിന്റെ ടൈമിൽ തന്നെ എഴുതിയെടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട്? എത്രയും ദിവസം ക്ലാസ് പോയപ്പോ എങ്ങനെയുണ്ട്? അധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ലല്ലോ? മനസ്സിലാവുന്നില്ലേ കാര്യങ്ങളൊക്കെ? മനസ്സിലാവുന്നുണ്ട്. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാ? നിങ്ങൾക്ക് പുതിയ മിസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? മിസ് വന്നിട്ടില്ലേ ഇംഗ്ലീഷ്? ഇന്നലെ തുടങ്ങിയായിരുന്നു. ഇംഗ്ലീഷ് നിങ്ങള് മിസ് പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കോഴ്സില്. അതുകൊണ്ട് തന്നെ വൊക്കാബുലറി, അതായത് ഇംഗ്ലീഷിന്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ബുക്സ് എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, പദപ്രയോഗങ്ങൾ ഉണ്ടല്ലോ, വൊക്കാബുലറീസ് ഉണ്ടല്ലോ, അത് പഠിച്ചു വെക്കണം കേട്ടോ. ഓരോ വേർഡ്സുകള് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ എന്റെ മീനിങ്ങും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിപ്പോ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഉണ്ടാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് എന്ത് ചെയ്യണം നമ്മള്? ഇപ്പോ എന്താ പറയാ, നമ്മള് ലാംഗ്വേജ് പഠിക്കുമ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന വേർഡ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മള് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ. ഓക്കെ. പിന്നെ അപ്പോ എന്താ പറയാ, ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ട് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ഞാനാണ് എടുത്തത്. അതിന്റെ സെപ്പറേറ്റ് നോട്ട്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഞാൻ പറയുന്ന നോട്ട് അല്ലാതെ? ഇല്ലല്ലേ? മാം പറഞ്ഞത് മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ. ഡിഫ്തീരിയ, പെർട്ടുസിസ് അതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊന്നും എഴുതിയിട്ടില്ല? മാം പറഞ്ഞതൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. ആ ഒരു ലെക്ചർ നോട്ട് മാത്രം PDF ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ അത് കൂടാണ്ട് വേറെ നോട്ട് പ്രിപ്പയർ ചെയ്യണോ? നമുക്ക് ലെക്ചർ നോട്ട് അത് പോരെ? വേറെ നോട്ടായിട്ട് വേണോ? പ്രശ്നമില്ല. ലെക്ചർ നോട്ട് നിങ്ങൾ എഴുതിയെടുത്ത് എന്റെ ക്ലാസ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങള് എക്സ്ട്രാ പോയിന്റ് ഒക്കെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നമില്ല. എന്നാലും നമ്മളിപ്പോ ഒരു ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നോട്ട് തയ്യാറാക്കണമല്ലോ, റെഡി ആക്കണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. നമ്മൾ സ്വയം എന്ത് ചെയ്യണം, നമ്മളുടേതായ രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ ഡിഫ്തീരി എടുത്തു, പെർട്ടൂസിസ് എടുത്തു അല്ലെ, കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്സ്, അതുകൂടാതെ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പോയിന്റ്സ്, അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു നോട്ട് ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാല് അത്രയും നല്ലത്. ഓക്കെ. അങ്ങനെയാണല്ലോ, നമുക്കറിയാലോ ടീച്ചേഴ്സ് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ.
അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഇപ്പോഴേ പഠിച്ചു പോന്നാലാണ് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാ പറയുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു വേണ്ട, പ്രശ്നമില്ല. സെപ്പറേറ്റ് ആയിട്ട് നോട്ട്സിന്റെ കാര്യങ്ങളൊന്നും ഇതിനകത്തൊന്നും വരുന്നില്ല. പക്ഷെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കാരണം നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ അല്ലെ, ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു 100 പേജിന്റെ ബുക്ക് മേടിച്ചാലും എന്ത് ചെയ്യാം, നമ്മുടേതായ രീതിയിൽ എന്ത് ചെയ്യാം അതിനെ കുറിച്ചിട്ടൊന്ന് എഴുതാനായിട്ട് ശ്രമിച്ചു നോക്കാം. അതെപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് ഒരിക്കലും മോശം വരില്ല അങ്ങനെ എഴുതിയാല്. നിങ്ങളുടെ കുറച്ചും കൂടി നിങ്ങളുടെ ലാംഗ്വേജ് ആയാലും നിങ്ങളുടെ നോളജ് ആയാലും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയുള്ളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ഓക്കെ. ഓൾമോസ്റ്റ് എത്ര ചാപ്റ്റർ കഴിഞ്ഞു അപ്പോ? മൊഡ്യൂള് ഇപ്പൊ എവിടം വരെയായി നിൽക്കുന്നേ? ഓർമ്മയില്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ചോദിച്ചെന്നുള്ളൂ കേട്ടോ, വേണ്ട പറയണ്ട. ഫസ്റ്റ് മൊഡ്യൂള് തീർന്നു. സിലബസ് ഇന്ന് കിട്ടിയിട്ടുള്ളൂ ഇത്. ആണല്ലേ? ഇന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? മൊഡ്യൂള് 1 തീർന്നു തോന്നുന്നു. മൊഡ്യൂള് 2 തീർന്നു അല്ലേ? മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1. ഓക്കെ. അപ്പോ ഞാൻ തന്ന ടേബിൾ എന്ത് ചെയ്യണം? എന്തായാലും എന്ത് ചെയ്യണം? ടേബിൾ എന്താ ചെയ്യണ്ടേ? ടേബിൾ എന്തിനു വേണ്ടിയിട്ടാ തന്നത് നിങ്ങൾക്ക്? നോട്ടാക്കണം. എന്തായാലും നോക്കി വെക്കണം, എന്തായാലും പഠിച്ചു വെക്കണം ആ ടേബിൾ കേട്ടോ. ഓരോ സ്റ്റേജിലും 5 വയസ്സ് വരെയുള്ള കുട്ടിയുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് മൊത്തം എന്ത് ചെയ്യണം, നിങ്ങള് വായിച്ചു തന്നെ നോക്കണം. വായിച്ചു മനസ്സിലാക്കിയത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ വരുന്നത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മള് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ച് വെച്ചിരിക്കണം. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടില് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? കുഞ്ഞുങ്ങൾക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ അവരോട് സംസാരിക്കണം അല്ലെ? ഓക്കെ. അപ്പൊ അത് കുഞ്ഞുങ്ങള് എങ്ങനെയാ അതിപ്പോ ഫുഡിന്റെ പേരുകളാണോ, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ അനു പറഞ്ഞല്ലോ ബിഗ് ബോസ് കാണാൻ വെച്ച് ഇരിക്കുമ്പോൾ ആ ബിഗ് ബോസിലുള്ള ആളുകളുടെ പേരുകൾ കുട്ടി പറയുന്നെന്ന് പറഞ്ഞല്ലോ. അതുപോലെ നമ്മള് കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ടാണോ പറഞ്ഞു കൊടുക്കുന്നത്? എങ്ങനെയാ അത് ചെയ്യുന്നേ? ഒരു ഐഡിയ ഒന്ന് പറഞ്ഞേ ആരെങ്കിലും ഒരാളൊന്ന്. കുട്ടിയെ പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കുക. എന്താ വീഡിയോസ് കാണിക്കുമ്പോ പിള്ളേർ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണേക്കാൾ കൂടുതൽ അവർ കുറച്ച് ശ്രദ്ധിച്ച് വീഡിയോസ് കാണുമ്പോ അല്ലെ? ഓക്കെ ഓക്കെ. ഓക്കെ, ശരിയാണ്. പിന്നെന്താ വഴി? പിന്നെ എല്ലാ സ്റ്റോറീസ് ഒക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇൻട്രസ്റ്റഡ് ആയ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവർക്കത് അതിനകത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ അവർക്ക് മൈൻഡിൽ നിൽക്കും, ഓരോ പേരും കാര്യങ്ങളൊക്കെ. ഓക്കെ. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം പറയണ കാര്യം നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെന്താ? ഉണ്ടല്ലോ കുറെ കാര്യങ്ങള് കുട്ടികൾക്ക് പെട്ടെന്ന് വേർഡ്സുകളൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ട്.
കുഞ്ഞില് തുടങ്ങി വായിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ പേപ്പറൊക്കെ വായിക്കുമ്പോൾ അടുത്ത് നിർത്തിയിട്ട് ഇത് നോക്ക് അത് നോക്കുന്നൊക്കെ പറയുമ്പോൾ വായനാശീലം തന്നെ വരും. കുഞ്ഞിലെ തുടങ്ങി വായിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഓക്കെ, പിന്നെന്താ? ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഇല്ലേ, ഇപ്പൊ ആപ്പിള് പോലിരിക്കുന്ന ടൂൾസ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് അതെടുക്ക്, അങ്ങനെ ഓരോ പേര് പറഞ്ഞിട്ട് അവരെ കൊണ്ട് തന്നെ അത് പിക്കിയുടെ രീതിയിൽ ഗെയിം പോലെ കളിപ്പിക്കുക. അവർക്ക് ആപ്പിളിന്റെ ഷേപ്പ് എടുക്കാൻ പറയുമ്പോൾ അവരത് അങ്ങനെ ഓർത്തെടുക്കും. അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും പേരുകളൊക്കെ. ശരിയാണ്. ഓക്കെ, പിന്നെന്താ? ഫ്ലാഷ് കാർഡുകള് അതൊക്കെ കാണിച്ച് വേഗം പഠിക്കാൻ പറ്റില്ല. ഫ്ലാഷ് കാർഡുകളൊക്കെ കാണിച്ച്. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാമോ? നിങ്ങൾക്ക് ചെയ്യാമോ? നിങ്ങളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ മോനിഷ ആയാലും മനു ആയാലും എന്താണ് നസി ആയാലും കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. ചാർട്ട് പ്രിപ്പയർ ചെയ്യണോ വേണ്ടേ? ചാർട്ട് പ്രിപ്പയർ ചെയ്യാമോ? നിങ്ങളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉള്ള ആക്ടിവിറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ വേറെ ആക്ടിവിറ്റി തന്നിട്ടുണ്ട്? തന്നില്ലല്ലോ. ഇല്ല. ഇതാണ് കേട്ടോ ആക്ടിവിറ്റി. ഓക്കെ, കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്, അതായത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ വേർഡ്സുകൾ എന്ത് ചെയ്യാനാണ്, അവർക്ക് അവരുടെ ഭാഷ അല്ലെങ്കിൽ ഒരു കൂടുതൽ വേർഡ്സുകളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ചാർട്ടിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഹെഡിങ് കൊടുത്തിട്ട് എഴുതിയാൽ മതി. ക്ലാസ് റൂമിലേക്ക് ഇട്ടേക്കാമോ? ക്ലാസ് റൂമിലേക്ക് ഇട്ടാം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾ പിക്ചറൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു വെക്കാം കേട്ടോ. ഇപ്പൊ വീഡിയോ ഗെയിംസിന്റെ ഒക്കെ പടം ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു വെക്കാം. അങ്ങനെ ഓരോ എഴുതണമെന്ന് മാത്രമില്ല, എന്ത് ചെയ്യാം, പിക്ചറൈസ് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത് കൂടുതലും. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓറൽ പറയല്ല ചെയ്യുന്നത്, കൂടുതലും പിക്ചറൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഓരോരോ കാര്യങ്ങളിലൂടെ. അപ്പൊ എന്ത് ചെയ്യാം, പോയിന്റ്സ് ആയിട്ട് എഴുതണമെങ്കിൽ എഴുതാം, പിക്ചറുമായിട്ട് കാണിക്കണമെങ്കിൽ കാണിക്കാം. വട്ടവർ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്യണം. ഓക്കെ, അത് കാണുമ്പോ എന്ത് ചെയ്യണം, നമുക്ക് തോന്നണം ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യുന്നത്. അവർക്ക് പെട്ടെന്ന് വേർഡ്സുകളും മറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്ക് തോന്നണം. ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടാണ് തരുന്നത്, നിങ്ങളാണ് അത് ഡെവലപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മള് എടുക്കാൻ പോകുന്നത് വേറൊരു ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വായിച്ചു നോക്കിയാൽ മതി, വേറൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്താൽ മതി, ചെയ്താൽ. ഓക്കെ, ഇത് നന്നായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ആക്ടിവിറ്റി ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആക്ടിവിറ്റി എന്തായാലും ചെയ്യുക. ആക്ടിവിറ്റി ചെക്ക് ചെയ്യും, ചിലപ്പോ പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും എന്താണ് എന്റെ മുമ്പിൽ വരുത്താനായിട്ട് ഞാൻ നോക്കും. വെറുതെ പറയുന്നതല്ല കേട്ടോ. അപ്പൊ ആക്ടിവിറ്റി എന്തായാലും ചെയ്തു വെക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം.